ഈ കഴിഞ്ഞ 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെറും 58,200 വോട്ട് മാത്രമേ മേടിച്ചുള്ളൂ. പല പഞ്ചായത്തുകളിലും അവർക്ക് സ്വാധീനം കുറഞ്ഞു. മാത്രമല്ല കഴിഞ്ഞ തവണ ഉണ്ടായ 300 കോടി റുപ്യ അവർ കോഴയായിട്ട് ഇറക്കി വിമാനത്തിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു, വലിയ പ്രചരണം നടത്തി. ഇത്തവണ കേരളത്തിന്റെ ഒരു മനസാക്ഷി, കേരളത്തോട് എത്രയെങ്കിലും കൂറുള്ള ഒരാൾ BJPക്ക് വോട്ട് ചെയ്യുമോ? കേരളത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അത് പലതും അറിയാം, നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും അത്. കാരണം കേരളത്തിനെതിരായി അവരെ വികസനം ഉണ്ടാകുമ്പോൾ ബജറ്റിൽ 1 രൂപ എടുക്കാൻ ഇടാത്ത സംവിധാനം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ സംസ്ഥാനത്തെ മന്ത്രി വിളിക്കാത്ത സമീപനം, അതുപോലെ തന്നെ കേരളത്തിലേക്ക് ലവ് ജിഹാദ് അടക്കം ബിജെപിയോട് പ്രഖ്യാപിതമായ നിലപാടുണ്ട് എനിക്കറിയാം. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ 65,013 വോട്ടുണ്ടായിരുന്ന കെ സുരേന്ദ്രന് അല്ലെങ്കിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് 62,110 കുറഞ്ഞു എന്ന് വെച്ചാൽ 3000 വോട്ടിന് ഡിഫറൻസ് ഉണ്ടെന്നാണ്. 3000 വോട്ടിന് ഡിഫറൻസ് അസംബ്ലിയിലുള്ളൂ എന്ന് കാണുക. നിങ്ങൾ 6,000-7,000 വോട്ടുള്ള പാർട്ടിയായിട്ടാണല്ലോ അവിടെ കാണുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ അവകാശപ്പെട്ടേക്കാം. നിങ്ങളത് പിടിച്ചു മാറ്റിയാൽ BJPയുടെ റിസ്ക് കഴിഞ്ഞില്ലേ? മഞ്ചേശ്വരത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിത്തട്ടിൽ പ്രവർത്തനം നടത്തുന്ന വളരെ അടിത്തട്ടിൽ എന്താണ് റിസൾട്ട് എന്താണെന്ന് അറിയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം BJPയെ മഞ്ചേശ്വരത്ത് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മഞ്ചേശ്വരം നല്ല കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലും നിങ്ങൾ എഴുതി വെച്ചോ BJP ജയിക്കില്ല. ആ രീതിയിലേക്ക് BJP നിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വേങ്ങരയിൽ ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടോ? വേങ്ങരയിൽ ഉണ്ടോ? 140 മണ്ഡലങ്ങളുടെയും വേണം ഇട്ടുതരാം. വേങ്ങര ഇല്ലാന്ന് തോന്നുന്നു. വേങ്ങരയിൽ എന്തേ ഇല്ലാത്തത്? അത് പല രാഷ്ട്രീയ കാരണമുണ്ടോ. ഞാൻ പറഞ്ഞല്ലോ 40 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് പാർട്ടി മത്സരിക്കുന്നത്. 100 നിയമസഭാ മണ്ഡലങ്ങൾ മത്സരിക്കാൻ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഉള്ളത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്, മഞ്ചേശ്വരത്തുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. വേങ്ങരയിലാണ് കഴിഞ്ഞ തവണ നിങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത്. ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. മഞ്ചേശ്വരത്ത് ഇത്തവണ വേണം എന്ന് തീരുമാനിക്കുന്നു. കെ സുരേന്ദ്രൻ വലിയ വിജയ പ്രതീക്ഷയോടെ അവിടെ പോയി മത്സരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ തവണ BJP വിജയിക്കും എന്ന കാരണത്താൽ വിശാലമായ രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മഞ്ചേശ്വരത്ത് നിന്ന് മാറുന്നു. ഇത്തവണ നിങ്ങൾ എൻ്റർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റർ ചെയ്താൽ BJP ജയിച്ചേക്കാമെന്നാണെങ്കിൽ ജയിച്ചോട്ടെ എന്ന നില സ്വീകരിക്കുന്നത് നിഷ്കളങ്കമാണ് എന്ന് ഈ കേരളം വിചാരിക്കണം എന്നാണോ സി അൻസാരി? വേറൊരു വിഷയം, SDP ഇങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, അതായത് BJP വിജയിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം മൊത്തം SDPയുടെ തലയിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല BJPയെ മാറ്റി നിർത്തുക എന്ന SDPയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്, CPM-ന്റെയാണ്, CPI-യുടെയാണ്, മുസ്ലിം ലീഗിന്റെയാണ്. എന്റെ ചോദ്യം, അവരുടെ എല്ലാ ഉത്തരവാദിത്വം അവിടെ നിൽക്കേ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടോ? എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ ആ ഉത്തരവാദിത്തത്തിന്റെ എത്ര ഷെയർ എടുക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ SDPയിൽ ഇപ്പം മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി നിർത്താതെ നിങ്ങൾ പറയുന്നത് പോലെ അവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് വിജയിപ്പിക്കുന്നതെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ഒരു MLA ആണ് ഈ AK അഷ്റഫ് എന്ന് പറയുന്ന മഞ്ചേശ്വരത്തെ MLA. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം എത്ര തവണ RSSന്റെ യോഗങ്ങളിൽ അദ്ദേഹം പോയി, എത്ര തവണ അദ്ദേഹം RSSന്റെ വേദി പങ്കിട്ടു. അദ്ദേഹം അവിടെ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പരസ്യമായി BJPയുമായി കൈചേർന്നു. അല്ല, അങ്ങനെ ഒരാളിനെ വിജയിപ്പിക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ ഒരാളിനെ വിജയിപ്പിക്കേണ്ട ബാധ്യതയുണ്ടോ?